ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടെസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിലില്ലേ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു മീൻകറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 7 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് എരിവ് കുറവുള്ള മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ ഒരു ഉലുവ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുമേ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു പൊടികളൊക്കെ കരിഞ്ഞു പോകാത്ത രീതിയിൽ, കൈവിടാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു പൊടി മൂത്ത് വരുന്ന സമയത്ത് ഒരു ആവി പറക്കൂലേ, ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ചൂട് മാറിയിട്ട് ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്, നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്ന ആ ഒരു തക്കാളിയും സവാളയൊക്കെ വാട്ടിയെടുത്തതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ഒരു തക്കാളിയും സവാളയും വാട്ടിയെടുത്തതിൽ നിന്ന് ഈ ഒരു തവിക്കൊരു 3 തവി ഈ ഒരു കൂട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളിയുടെ സവാളയുടെ ആ ഒരു കൂട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്ക് വെള്ളം ചേർക്കാണ്ട് നല്ലോണം അരച്ചെടുത്തിട്ട് ഈ ഒരു കൂട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാറ് ചുറ്റിച്ചിട്ടുള്ള ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മീൻകറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ. പുതിയൊരു വീഡിയോയിൽ നാളെ കാണാം.